ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു വെജിറ്റബിൾ കറിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് തക്കാളി, സവാള, 2 പച്ചമുളക്, കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ്. ഇനി ഇതിലോട്ട് വേണ്ടത് പൊടികൾ ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി ഇത് കസൂരി മെത്തിയാണ്, ഉലുവയില ഉണക്കി പൊടിച്ചത്. ഇനി 1 കപ്പ് തേങ്ങാപ്പാലൂടെ വേണം. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ ഒരു 6-7 ബീൻസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. പൊട്ടറ്റോ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ, 1/2 കപ്പിൽ നിന്നും കുറച്ച് കൂടുതലുണ്ട്. ഒരു പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാനിവിടെ എടുത്തത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഗ്രീൻ പീസാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ ഒരു 6 hours മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തത് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു സവാളയും തക്കാളിയാണ്. തക്കാളിയും ഒരെണ്ണം എടുത്തിരിക്കുന്നത്, 2 പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ടൈം മാത്രമേ എടുക്കുള്ളൂ. അപ്പം നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ. ഞാനിവിടെ എടുത്തത് സാധാരണ മുളക് പൊടിയാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും കറിക്ക്. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ ഒരു 1-ാം പാൽ 2-ാം പാൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റ തേങ്ങാപ്പാൽ എടുത്താൽ മതി. നമുക്കിപ്പം ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലെ പൊട്ടറ്റോസ് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അപ്പം എല്ലാം ഉടച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി 1 ടീസ്പൂൺ. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ച് കൈവച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് നമുക്കതോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ വരും. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ നോക്കി നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയില കൂടെയാണ്. അതോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ട ഒരു സമയം, തേങ്ങാപ്പാലും എടുക്കേണ്ട ഒരു ടൈം മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇടിയപ്പം, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ട് ഇത് കുറച്ച് തണുക്കുമ്പം കുറച്ചുകൂടെ കുറുകി വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മളധികം ഓയിലൊന്നും ചേർക്കുന്നില്ല.
അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.